അങ്ങനെ നമ്മുടെ തിരുവല്ലയിൽ ഞാൻ വന്ന് ഇന്ന് രാവിലെ നമ്മുടെ ഗുരുവായൂർ പോയിട്ട് തിരിച്ച് രാവിലെ 6:30 പാലരുവി ആ ട്രെയിന് പോയത്. എന്നിട്ട് തിരിച്ച് ട്രെയിൻ 9:30 കഴിഞ്ഞോളായിരുന്നു അവിടെ നിന്ന്. ഞാൻ താമസിച്ചു പോയി. അപ്പോൾ പിന്നെ നമ്മൾ നേരെ KSRTC സ്റ്റാൻഡിൽ പോയി അവിടുന്ന് ബസ്സിന് നമ്മൾ തിരുവല്ല സ്റ്റാൻഡിൽ വന്ന് അവിടുന്ന് ഓട്ടോറിക്ഷ പിടിച്ച് KSRTC റെയിൽവേ സ്റ്റേഷനിൽ പോയി വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിലും ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ എടുക്കും രാത്രിയിലൊക്കെ പോകുമ്പോഴേ. അതേപോലെ ദൂരേക്കാണെങ്കിലും നമ്മൾ ഈ ചില ഏരിയകളൊക്കെ ഉണ്ടല്ലോ, മറ്റും മനുഷ്യരും ഇല്ലാത്ത ഏരിയകളിലൊക്കെ, അവിടെ വരുമ്പോഴത്തേന് ഞാനങ്ങ് വീഡിയോ ഓണാക്കി എടുക്കും. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതല്ലേ ഞാൻ രാത്രിയിലൊക്കെ ആണല്ലോ തിരിച്ച് വരുന്നത്. ഇപ്പോഴും ഒരു മിക്കവാറും ഒക്കെ 10-11 മണി 1 മണിയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ നമ്മൾ തിരിച്ച് എവിടുന്നേലൊക്കെ വരും. ദൂരെയൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഇങ്ങനെ വീഡിയോ ഓണാക്കി വെക്കും. പോകുന്ന വഴിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വരികയാണ്, തിരിച്ച് വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. അപ്പം നമ്മളിങ്ങനെ ഡീസലൊക്കെ അടിച്ചു. അവിടുന്ന് ഞാൻ കഴിച്ചായിരുന്നു കേട്ടോ, അതുകൊണ്ട് വിശപ്പില്ല. തിരുവല്ലായി വന്ന് കഴിച്ചില്ല. എല്ലാ പ്രാവശ്യം തിരുവല്ലയിൽ എവിടെയെങ്കിലും കയറി കഴിക്കുന്നതായിരുന്നു, പക്ഷെ കഴിച്ചില്ല. നമ്മൾ തൃശ്ശൂരിൽ നിന്നേ കഴിച്ചായിരുന്നു. എനിക്കറിയാം വിശന്ന് കഴിഞ്ഞ് പിന്നെ നമുക്ക് കണ്ണ് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കഴിച്ചു, വിശപ്പില്ല. നമ്മളിങ്ങനെ യാത്രയിലാണ്. വൈപ്പർ ഇട്ടില്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ ബീച്ചെന്ത കഴിഞ്ഞു. അപ്പം നമ്മുടെ ബൈപ്പാസ് റോഡിൽ നിന്ന് ഇറങ്ങി MC റോഡ് ഇങ്ങനെ പോവുകയാണ്. യാത്രയൊക്കെ സുഖമായിരുന്നു, ഉറങ്ങാൻ പറ്റിയില്ല. ഇങ്ങനെ മൊബൈലിൽ നോക്കി പാട്ടൊക്കെ കേട്ടിങ്ങനെ കുറേ കോമഡി പരിപാടി കണ്ടു. വാഴ 2 അങ്ങോട്ട് പകുതി കണ്ട്. അങ്ങനെയൊക്കെയുള്ള രസകരമാണ് യാത്ര. ഭയങ്കര ഒരു സുഖമുള്ളൊരു അനുഭവമാണ്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കാറിനൊന്നും പോകുന്നതല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൈൻഡ് സെറ്റായിട്ട് നമ്മൾ നല്ല ഫ്രീ ആയിട്ടിരിക്കണമെങ്കിൽ നമ്മൾക്ക് വേറൊരാൾ ഓടിച്ച് പോകുന്ന വണ്ടിയെ പോകുന്നതാണ് ഏറ്റവും. നമ്മൾ ഈ വണ്ടി ഓടിച്ച് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വണ്ടി ഇങ്ങനെ കാറൊക്കെ ഓടിച്ച് കിലോമീറ്ററുകൾക്ക് പോകണമെന്നൊക്കെ വണ്ടിയൊക്കെ എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഇപ്പോൾ ആഗ്രഹമൊന്നുമില്ല. എനിക്ക് ആ വണ്ടി അങ്ങനെ ഓടിക്കണമെന്ന് വലിയ താല്പര്യമില്ല. പിന്നെ വേറെ കാര്യം, നമ്മൾ ഓടാതെ പറ്റത്തില്ല, അങ്ങനെ ഓടിക്കുന്നതാണ്. അപ്പോൾ ഓടിച്ച് ബൈക്കൊക്കെ ആണെന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ലോങ്ങൊക്കെ പോകാം. പക്ഷേ ലോങ്ങൊക്കെ എൻ്റെ അമ്മമാർ പറഞ്ഞത് ഇന്ന് കാറിൽ അങ്ങോട്ട് വരാമെന്ന് ചോദിച്ചു. ഈ എങ്ങനെ തൃശ്ശൂർ ഗുരുവായൂർ വരെയൊക്കെ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകുന്നത് എന്നെ ആലോചിക്കും. അപ്പോൾ നമുക്കിത് സുഖമെന്ന് പറഞ്ഞാൽ നമുക്ക് ബസ് യാത്രയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇഷ്ടം. മനസ്സിലായോ? ഇപ്പോൾ അതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്, നമ്മളൊന്നും അറിയണ്ട. അതിനകത്ത് ടിക്കറ്റ് എടുത്ത് കയറി ഇരിക്കുക, സുഖമായിട്ട് യാത്ര ചെയ്യുക. അങ്ങനെ നമ്മൾ തിരുമൂലയിലെത്തിയാണ്. തിരുമൂല ഏരിയയിലായി എങ്ങനെയെങ്കിലും പോവുകയാണ്. നമ്മുടെ വീട് വരെ ഈ സംഭവം മൊബൈലിൽ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇടണമെന്നാണ്. ചിലപ്പോൾ നല്ല രസമുണ്ടാകും. നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോഴേ നല്ല കണ്ടൻറ്റുകളൊക്കെ നമുക്ക് കിട്ടും സംസാരിക്കാനൊക്കെ. പക്ഷേ പിന്നീട് നമ്മളത് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോകും. പിന്നെ ചിലപ്പോൾ അങ്ങ് ഡിലീറ്റ് ആകും, നമ്മൾ ഓർത്ത് അങ്ങനെയൊക്കെ. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും ഈ വീഡിയോ ഇടണമെന്നൊരാഗ്രഹം. പക്ഷേ ഫോൺ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നൊരു വിഷമം. ഇനി വേറൊരു സംഭവം വാങ്ങിക്കണം. നമ്മളിങ്ങനെ ഗ്ലാസ്സിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ ഫോൺ ത്രൂ നേരെ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ കണ്ടോ, ഇപ്പോൾ ഈ സംഭവം കയറി ഇങ്ങനെ നിൽക്കുക കണ്ടോ, അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ ചരിച്ചങ്ങ് വെച്ച് കൊടുത്തിരിക്കുക. ഇന്നലെ വീഡിയോ കിട്ടിയപ്പോൾ റോഡ് മുഴുവൻ കാണാനില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കുഴപ്പമില്ല തോന്നല്ലേ. അത് കൊള്ളാം സംഭവം. പക്ഷേ ഒരു വീഡിയോ ഒന്ന് സെറ്റാക്കി നോക്കട്ടെ. അത് കഴിഞ്ഞ് വണ്ടി കൊണ്ട് വിടുന്നു. ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ.
ചുറ്റും കാണാം. നമ്മളിങ്ങനെ തിരുമല കഴിഞ്ഞ് കുറ്റൂർ പാലം. അപ്പം നമ്മൾ രസമാണ് ചില നമ്മൾ ഈ യാത്രയെ യാത്രയെപ്പറ്റി പറ്റിയാണല്ലോ പറഞ്ഞത്. യാത്ര നമ്മളൊക്കെ ഞാൻ ശരിക്കും പറയാം ഗുരുവായൂർ എനിക്ക് തോന്നുന്നു ഞാൻ ഗുരുവായൂർ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് ഞാൻ ബസ് പോയി ഇറങ്ങിയത്. ഗുരുവായൂർ പടിഞ്ഞാറൻ നടയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഗുരുവായൂരൊക്കെ നമുക്ക് പോകാൻ പറ്റി. നല്ല രസമാണ്. ഞാൻ ഷാമ്പു ഇട്ട ഗ്ലാസ്സിനകത്ത് കയറിയാണ് ഇതായി കുറച്ചിഷ്ടം ഭയങ്കര. അങ്ങനെയുള്ള രസകരമായ യാത്രകളിലൂടെയാണ് നമ്മുടെ കുറച്ച് നാളുകൊണ്ട് എൻ്റെ ജീവിതം എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എലി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെയൊക്കെ ഒരുപാട് സ്ഥലം ഞാൻ തോന്നുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിൽ പോയിട്ടുണ്ട്. എല്ലായിടത്തും ഒന്നും പോയിട്ടില്ല, എല്ലാ ജില്ലകളിൽ നമ്മൾ ഈ എൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂരൊക്കെ ഒരുപാട് തവണ. ഇപ്പം തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്. തൃശ്ശൂരായിരിക്കും. തൃശ്ശൂർ ഈ മേഖലയിലാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്താ പറയുക ആ റൂട്ടെല്ലാം നമ്മൾ പോകും. പിന്നെ റാന്നിയൊക്കെ എപ്പോഴും നമ്മൾ പത്തനംതിട്ടയൊക്കെ മാസത്തിൽ ഒരു തവണയെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ ലോങ് അല്ലേ. നമ്മൾ ഈ തൃശ്ശൂരിൽ എന്നൊക്കെ പറയുമ്പോൾ നല്ല ലോകമുണ്ട്. ബസ്സിനൊക്കെ നമ്മൾ ഇരുന്ന് നമ്മൾ പിന്നെ നമ്മൾ ഈ സ്വിഫ്റ്റ് ബസ്സുണ്ട്. സ്വിഫ്റ്റ് അത് യാത്ര ഭയങ്കര സുഖമാണ്. ഞാൻ കഴിവതുണ്ടല്ലോ ആ വണ്ടിയിലേക്ക് യാത്ര. മറ്റേ സൂപ്പർ ഫാസ്റ്റൊക്കെ ഉണ്ടല്ലോ അതിനെക്കാട്ടിലും യാത്ര സീറ്റ് ഒരു സുഖം. നമുക്ക് അത്യാവശ്യം ഇരുന്ന് നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ സ്വിഫ്റ്റ്. പിന്നെ നല്ല ചുള്ളം പയ്യന്മാരൊക്കെയാണ് വണ്ടി ഓടിക്കുക. അതുകൊണ്ട് വണ്ടി നല്ല സേഫായിട്ട് കൊണ്ടുപോകും. ഈ ചവിട്ടി കാണാൻ ചവിട്ടുണ്ടല്ലോ നമ്മളെ സ്പീഡിൽ കൊണ്ടിട്ട് ഒറ്റ ചവിട്ടി ഇപ്പോൾ ഫ്രണ്ട് ഇരിക്കുന്ന ബാക്കി ഇരിക്കുന്നവരെല്ലാം ഫ്രണ്ട് വരും, ഫ്രണ്ട് ഇരിക്കുന്നവരെല്ലാം ഡ്രൈവർ സീറ്റ് ചെല്ലും. അങ്ങനെയൊക്കെ ഉള്ള എന്തോ ഓണഴിയാണ് ഇത്. അപ്പോൾ അങ്ങനെ കുറേ രസകരമായ നമ്മളെ പ്രാങ്കൂട് വന്ന തിരുവനന്തപുരം റൂട്ടിലോട്ട് കയറിയാണ്. അപ്പം നമ്മൾ പക്ഷെ നല്ല ഡ്രൈവർമാരാണ് ഈ സ്വിഫ്റ്റ് വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിനകത്താണ് എൻ്റെ യാത്ര ഭയങ്കര രസകരമായിരിക്കും. ഇതിനകത്ത് നമ്മൾ ഈ അലഞ്ഞു പോകത്തില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ റിസർവേഷൻ ടിക്കറ്റുകളൊക്കെ ആയിരിക്കും കൂടുതലും. അപ്പം നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ ചോദിക്കണം നമ്മൾ റിസർവേഷൻ ആണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അവിടെ ഇരിക്കാവും. അതായത് നമ്മൾ കയറുകയും ഗമയിലെടുത്ത് ടിക്കറ്റ് എടുത്ത് അവിടെ ഇരിക്കുമ്പോഴത്തേനായിരിക്കും 2 മിനിറ്റ് കഴിയുമ്പോൾ ഉള്ള സീറ്റ് വേറെ കാലിയോടെ ഉണ്ടാവും. മനസ്സിലായോ? നമ്മൾ റിസർവേഷൻ ടിക്കറ്റ് ആണോന്ന് സീറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം അങ്ങോട്ടോട്ട് മാറാക്കെ. അപ്പോൾ ആൾക്കാർ വന്നിരിക്കൂല്ലോ, അന്നേരം ആൾ കാണൂല. പക്ഷേ നമ്മൾ ഇരുന്ന് കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്കായിരിക്കും അടുത്ത സ്റ്റോപ്പ് ചെയ്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ആൾക്കാർ കയറുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരും. അപ്പം അങ്ങനെ നമ്മൾ സീറ്റിൽ നിന്ന് മാറേണ്ടതായിട്ട് സാഹചര്യം ഉണ്ടാവും. മനസ്സിലായോ? അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ നിൽക്കേണ്ടൊക്കെ സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ സീറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ ബസ് യാത്ര, ലോങ് യാത്രകൾ ചെയ്യാവൂ. പിന്നെ നമ്മളൊക്കെ പക്ഷേ ചിലരൊക്കെ ഉണ്ടല്ലോ മണിക്കൂറുകൾ നിന്നൊക്കെ പോകും. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒരു കുഞ്ഞുങ്ങളും അതിനകത്തില്ല. സീറ്റ് കറക്റ്റ് എല്ലാവർക്കും അധികമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കയറിയ വഴിയിൽ അവർ ഇടയ്ക്ക് നിർത്തി തരും കേട്ടോ. നമ്മൾ ചായയോ കാപ്പിയോ വെള്ളമൊക്കെ കുടിക്കാനൊക്കെ ഉള്ള ഒരു സംവിധാനമൊക്കെ അവർ ഹോട്ടലുകളിൽ നിർത്തി തരും കേട്ടോ. നമ്മളങ്ങനെയൊക്കെ ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ബസ്സുകാർ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. യാത്രയൊക്കെ അടിപൊളിയാണ്. ടിക്കറ്റ് ചാർജ് ഏകദേശം ഒരു 198 രൂപയായിരുന്നു കേട്ടോ, തൃശ്ശൂരിൽ നിന്ന് തിരുവല്ല വരെ. യാത്ര അടിപൊളി.
എൻ്റെ വീഡിയോയ്ക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ആ വണ്ടി ഗ്ലാസ് അങ്ങോട്ട് ഞാൻ ഷാമ്പു അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വൈപ്പർ അടിച്ചപ്പോഴത്തേക്കിനെ അത് അങ്ങ് കുളമായി. അതിങ്ങനെ പശ പോലെ നിൽക്കും കഴുകി കളഞ്ഞില്ലെങ്കിൽ. അപ്പം നമ്മൾ അങ്ങനെ തിരുവമണ്ടൂർ കണ്ടത്തിപ്പടി, ഇതാണ് നമ്മുടെ കണ്ടത്തിപ്പടി. കണ്ടത്തിപ്പടിയിലൂടെ നമ്മുടെ യാത്ര. കുറച്ചിട്ടിട്ട് ഭയങ്കര തണുപ്പാണ്. ഇങ്ങനെ പെതുക്കെ യാത്ര സുഖം പെതുക്കെ പോകുന്നതാണ്. നമ്മളെ വലിച്ച് കയറി വെച്ച് പോയി ഇവിടെ ഇങ്ങനെ വെച്ച് കേട്ടോ മുമ്പ് ഇല്ലാതെ യാത്രയിലൊക്കെ നമ്മളിങ്ങനെ പോയാലേ ചില സാമൂഹ്യ വിരുദ്ധരെയൊക്കെ കാണാൻ പറ്റും. റോഡിലൊക്കെ ഇങ്ങനെ കറങ്ങിയടിച്ചിരിക്കുന്നവരും ഒക്കെ 10 മണിയാകുമ്പോഴത്തെ സത്യം പറഞ്ഞാൽ നിനക്ക് വീട്ടിൽ കയറണം. ഒരു കാര്യമില്ലാതെ റോഡിൽ വന്ന് വായി നോക്കി നിന്ന് വർത്താനവും പറഞ്ഞിരിക്കുന്ന നിൽക്കുന്ന കുറച്ച് ജയിക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ കുത്തിയോട് ഭാഗത്തൊക്കെ കാണും. അപ്പം അങ്ങനെ നമ്മൾ തിരുവമണ്ടൂർ അമ്പലം കഴിഞ്ഞ് ഇരുമല്ലിക്കരയ്ക്ക് പോകുന്ന റോഡാണ്. ഇരുമല്ലിക്കര നല്ല റോഡാണ്. നമ്മുടെ കാര്യമൊക്കെ റോഡൊക്കെ അടിപൊളിയാണ്. നമ്മുടെ ഏരിയയിലൊക്കെ റോഡിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. യാത്ര സുഗമമാണ്. പക്ഷെ തൃശ്ശൂരൊക്കെ കുഴപ്പമില്ല. എന്നിട്ട് റോഡ് പണിയുന്നിടത്തോടെ ഞാൻ പ്രൈവറ്റ് ബസ്സേ കുറേ ഒരു 35 രൂപയുടെ ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പ്രൈവറ്റ് ബസ്സിലാണ് കയറി. അമ്മരിട്ടങ്ങ് തല്ലി തകർത്ത് ഓടിക്കും അതിന് മണ്ടയൂടെ. അപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണേ. പക്ഷേ നമ്മുടെ ഊപ്പാട് വരുമെന്നേ. അവിടെ കുലുങ്ങി കഴിച്ചതെല്ലാം മായി വരും. അതേ രീതിയിൽ കിടന്ന് കുലുങ്ങും. ഞാൻ ഒരു കണക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര. പക്ഷെ അങ്ങോട്ട് വലിയ പ്രശ്നമില്ല. അത്യാവശ്യം വൃത്തിയുള്ളൊരു വണ്ടിയാണ്. സീറ്റൊക്കെ അത് ഈ ഒരു മര്യാദ വേണ്ടി ഓടിക്കാൻ അപ്പച്ചായത് അങ്ങോട്ട് ഓടിച്ചത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരെല്ലാം പെതുക്കെയൊക്കെ നമുക്ക് പെതുക്കെയൊക്കെ വിട്ടോളൂ. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് വാന നടത്തില്ല. വലയിച്ച് വെച്ച് വിട്ട് ഇവിടെ വരെ ഞങ്ങൾ 35 രൂപയുടെ ഓട്ടോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എത്ര മണിക്കൂർ ഇരിക്കണമെന്നറിയാം. എന്നിട്ട് വഴി തെറ്റിയില്ല അമ്മ വേറെ വഴിയാണ് പിന്നെ എന്നെ ഗുരുവായൂർ തൃശ്ശൂരും ഉണ്ടോ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നേരം എനിക്ക് ട്രെയിൻ കിട്ടിയില്ല. ഞാൻ വന്ദേ ഭാരതോ മറ്റേ വേറെ ഏതെങ്കിലും 6:10 ഒരു വണ്ടി ഉണ്ടായി. പക്ഷേ എനിക്കത് കിട്ടിയാൽ എനിക്ക് ആ വണ്ടിയെ കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ മാമ്പറ്റപ്പാലം ഇറങ്ങി നമ്മളിങ്ങനെ പോവുകയാണ്. പണ്ട് ഞങ്ങൾ ഈ സ്കൂളിൽ വഴിയൊക്കെ വരുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാവൽ ആ മാമ്പറ്റ കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള അപ്പോൾ അങ്ങോട്ടുള്ള വഴി തിരുവമണ്ടൂരോട്ട് പോകുന്ന കള്ളിക്കാട്ട് പടിയിലോട്ടൊക്കെ പോകുന്ന ആ റോഡിൽ ഗ്രാവലായിരുന്നു. നമ്മൾ എന്നിട്ട് കുഴിയാണ് മനസ്സിലായി. റോഡൊന്നും വൃത്തിയൊന്നും ഇല്ലായിരുന്നല്ലോ അന്ന് കാലത്ത്. ഈ റോഡൊക്കെ തന്നെ എനിക്ക് ഓർമ്മയുള്ളപ്പോഴേ ഈ റോഡൊക്കെ ടാർ ചെയ്തത് മറ്റേ മിറ്റിൽ ബാക്കി പണ്ടങ്ങാണ്ട് ടാർ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കുറച്ചുണ്ടായിരുന്നു. പിന്നെ ബാക്കി മൊത്തം ഗ്രാവൽ അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം റോഡൊക്കെ നല്ല വൃത്തിയായി. അന്നത്തെ കാലത്ത് ഞങ്ങൾ നടന്നു പോകുമ്പോഴത്തേനെ പുതിയ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേന് ഈ സ്കൂൾ അങ്ങോട്ട് പോകുമ്പോഴത്തേന് അവിടെ ചള്ളയടിച്ച് തെറിച്ച് നമ്മുടെ ദേഹത്തെല്ലാം വീഴും. ചെവണ്ണ പാരകണ്ണുണ്ട്. പിന്നെ വേറൊരു ലൂണാർ ചെരുപ്പ്. ആ ചെരുപ്പാണ് ഇരുന്നത്. അപ്പോൾ അതിട്ട് ചള്ളയടിച്ച് തെറിച്ച് നമ്മുടെ ദേഹത്ത് വീഴും. ഉച്ച വരെയൊക്കെ തെറിക്കുക. എൻ്റെയൊക്കെ നടപ്പല്ലേ കടാ എന്നുള്ള നടപ്പ് കാണുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേന് നമ്മളൊരു വരുവാകും.
പുതിയ ഷർട്ടിലൊക്കെ ഈ ഗ്രാവലിൻ്റെ ഇത് വീണാലൊക്കെ നമ്മൾ അന്നാരം കഴിയാലൊന്നും പോകത്തില്ല. പിന്നെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് കഴിയില്ല. പുറത്ത് പാടുണ്ടാവും. നമ്മളൊക്കെ എത്ര സ്കൂളിൽ പോയിട്ടേ പൈപ്പ് വെള്ളമൊക്കെ വെച്ച് കഴിയാലും പുറത്ത് എപ്പോഴും ഇങ്ങനെ പാടുണ്ടാവും. അത് വലിയൊരു കുറച്ചിലാണ് അന്നത്തെ കാലത്തൊക്കെ. എനിവേ അന്ന് നമ്മളങ്ങനെയൊക്കെ നടന്നു പോയ വഴികളാണ്. മനസ്സിലായി? നമ്മൾ 2 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം വരെ. 2-2.25 കിലോമീറ്ററാണ്. അത്രയും ദൂരം ഞങ്ങൾ നടന്നു. അപ്പോൾ പിന്നെ വേറെ കാര്യമുണ്ടോ, എല്ലാവരും നടക്കുന്നവരാണ്. കുറച്ച് നമ്മൾ മാത്രമല്ല, എല്ലാ സ്കൂളിൽ പഠിച്ച സകല പിള്ളേരും അതൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് വലിയൊരു ബറ്റാലിയനുണ്ട്. കറക്റ്റ് ഒരു 9 മണി 8:45 തൊട്ട് ഇങ്ങനെ പിള്ളേർ ക്യൂവിലുണ്ട്. എല്ലാവരും ഇങ്ങനെ നടന്ന് പോവല്ലേ പലയിടത്തു നിന്നുള്ള. അത് തന്നെയല്ല, എല്ലാവരും ഇറങ്ങുന്നവർ നമ്മൾ നോക്കി നിൽക്കും. നമ്മൾ സ്ഥിരം പോകുന്ന ആൾക്കാർ കൂട്ടത്തിൽ പോകാൻ വേണ്ടി റോഡിലിറങ്ങി നോക്കി എന്നിട്ടേ അവരൊന്നിച്ചേ പോവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സൗഹൃദവും കൂട്ടുമൊക്കെ ഉണ്ട്. അതുപോലെ കുടയൊക്കെ ഇല്ലാത്തവരുണ്ട്, സൈക്കിൾ ഇല്ലാത്തവരുണ്ട്. സൈക്കിളൊക്കെ ഇല്ലാത്തവർ സൈക്കിളുള്ളവർ കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരു സുഹൃത്താണ് കേട്ടോ, സോബിള്. അവനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവൻ നമുക്കിതുപോലെ എന്നെ കൊണ്ടുപോകാൻ കേട്ടോ. ഞാൻ അവരുടെ വീട്ടിൽ പോയി നിന്നിട്ട് അവൻ എന്നെ കൊണ്ടുപോയിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. നമുക്കൊന്നും സൈക്കിളൊന്നും ഇല്ല. ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അച്ഛനെ നമുക്കൊരു സൈക്കിൾ കുത്തിയോട് പാലം വന്നു കേട്ടോ. അതിൻ്റെ ഒരു വെട്ടം ഞങ്ങളുടെ പാലം പാലമാണ് കുത്തിയോട് പാലം കേട്ടോ. പക്ഷേ അതിനകത്ത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. രാത്രിയിലൊരു വീഡിയോ എടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിനോട് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് വഴി കാണുന്നെങ്കിൽ ഇത് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.